സേതോസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മരണമൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് എനിക്ക് അന്നേരവും വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇയർ തീരുവാണ്ടായിരുന്നു, അപ്പം പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കാം, ഒരു ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക് ഇടാമെന്ന്. അപ്പം ഞാൻ ക്രിസ്മസ് മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ഫിറ്റൊക്കെ വാങ്ങി ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വാങ്ങിയതല്ലേ, അപ്പം പിന്നെ എന്നാലും എന്താണെങ്കിലും ചെയ്തേക്കാം, ഒരു എന്താണ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് മിന്ത്ര എന്ന് വാങ്ങിയതാണ്. ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വെൽവെറ്റ് ഗൗണാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ മേക്കപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും പിമ്പിൾസൊക്കെ ഒരുപാട് കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്, അതിൻ്റെ റിവ്യൂ ഒക്കെ തരാം. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് കൊണ്ടൊന്നും ഒരു വലിയ ഫലമൊന്നും എനിക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ റിവ്യൂ തരാം. ലാസ്റ്റ് ഞാൻ ലാക്ടോ കലാമീൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ 40 രൂപയ്ക്ക് വാങ്ങുന്ന ലാക്ടോ കലാമീൻ വാങ്ങി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതാ ഇത് പിമ്പിൾസ് എല്ലാം പോയി. ഇപ്പോൾ പിമ്പിൾസ് വരുന്നില്ല. പിന്നെ ആ മാർക്ക് കുറച്ചുണ്ട്, അതും കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതുപോലെ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലാക്ടോ കലാമീൻ്റെ ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് വാങ്ങി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് നന്നായിട്ട് കുറയും കേട്ടോ. ഇപ്പം എനിക്ക് ഒട്ടുമില്ല, പിമ്പിൾസ് ഇല്ല, ഇതാ കാണാമല്ലോ, ആ ഒരു മാർക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഈ ഒരു കായ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടോണർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇതെല്ലാം ആക്നി ഫ്രീ ആയിട്ടുള്ള ടോണർ അങ്ങനത്തെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ വേറൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2021 ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ലിപ് ബാം ഇടാം. ഇത് അറാട്ട എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്, നല്ലൊരു ബ്രാൻഡാണ് അറാട്ട എന്ന് പറയുന്നത്. കുറച്ച് എന്താണ് ഭയങ്കര ഒരു ക്രീമി ടൈപ്പ് ഒരു ലിപ് ബാമാണ്. അതുപോലെ ഒരു ചെറിയ എന്താണ് നമ്മുടെ നിക്സൊക്കെ ലിപ്സിൻ്റെ ഒക്കെ വേണം, കാരണം ഇതിൽ മിൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം നല്ല എന്താണ് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് വീഗൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെയാണ് കൂടുതലും ഈ ബ്രാൻഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറുമാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. കേളി കേൾ മെത്തേഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. കണ്ട് കേൾസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ ടോണർ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കിൻ്റെ ഇതായി ഒരു സൂപ്പർ ഗ്രോ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല കിഡിലൊരു പ്രോഡക്റ്റാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഈസിയാണ്, സ്മൂത്തായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇയർ ഇൻ സെയിലൊക്കെ നടക്കുന്നുണ്ട് നൈക്കയിലൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതുപോലത്തെ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്കിതാ ഇതുപോലെ ഒരു ആംഗുലർ ബ്രഷ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് പാക്കിൻ്റെ തന്നെ 099 എന്ന് പറയുന്ന ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് ഈ സൈഡിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് സൈഡിലേക്ക് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ കണ്ടോ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ ഐബ്രോസ്. പൗഡർ പ്രോഡക്റ്റ് അല്ലെ പെൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടും എന്താണ് കുറച്ച് ടൈം എടുത്തുമാണ് ചെയ്ത്, പക്ഷെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ടുള്ള ഐബ്രോസ് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം എനിക്ക് ഇത് മതി. ഇതിൽ ഇനി ഞാൻ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീതി ഒരുപാട് കൂടും, കാരണം ഇപ്പം എൻ്റെ ഐബ്രോസ് കുറച്ച് നല്ല വീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഐബ്രോസും കൂടെ അതുപോലെ ചെയ്യാം. ഞാൻ വീഡിയോ ഇടയ്ക്കെല്ലാം ഇടണം ഒത്തിരി പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് എന്താണ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ വീട്ടിൽ പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഇവരെ 3 പേരെയും കൂടെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭസ്മക്കുട്ടി ഇരുന്ന് കളിക്കുന്നതൊക്കെ ഒരു ടൈം വന്നു. ഇപ്പോൾ ഓടി നടക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉറങ്ങിയാലാണെങ്കിൽ ചില ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ഉറങ്ങുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നു. പിന്നെ കുറേ കുട്ടികളൊക്കെ
ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ വീഡിയോ ഇട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് പേഴ്സണലി അറിയാവുന്നവരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയേക്കാവുന്നത്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഇനിയിപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ന്യൂട്രോജിനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നു. ഞാൻ സ്മോൾ ഒരു എന്താണ് ടിന്നാണ് വാങ്ങിയത്. ഇത് 350 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നല്ലതാണ്, എനിക്കിത് റീപർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് നൈക്കിൽ ഞാൻ പിങ്ക് സെയിലിൽ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ട വാട്ടർ സപ്ലൈ എല്ലാം നമുക്ക് നല്ല സ്കിന്ന് നല്ല സപ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് ചെയ്യുമ്പോഴത്തേനും മോയ്സ്ചറൈസർ ഇടുന്ന ആ ഒരു സ്റ്റേജ് നിങ്ങൾ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കെമിക്കൽ പ്രോഡക്റ്റ്സാണ് നമ്മുടെ മുഖത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഡക്ട്സും ബേസ് പ്രോഡക്ട്സും നമ്മളുടെ സ്കിന്നും തമ്മിലുള്ള ഒരു ലെയർ ഇവിടെ ഫോം ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബേസ് ഒക്കെ ചെയ്ത് കാണും. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമേ ഐസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കൺസീലർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് കൺസീലറാണ്. ഇതിപ്പോൾ തീർന്നു. ഇതല്ലാണ്ട് ഫേവറേറ്റ് കൺസീലേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ബാക്കിയൊക്കെ ഇച്ചിരി ലൈറ്റും ഡാർക്കും ഒക്കെ അപ്പോൾ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ കണ്ണിൻ്റെ മീതെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പാക്കിൻ്റെ 219 എന്ന് പറയുന്ന ബ്രഷാണ് കേട്ടോ. ഇത് നല്ല ബ്രഷാണ്. എനിക്ക് ബ്രഷാണ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് സ്പഞ്ചാണ് ഇപ്പം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ കൈ വെച്ചിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമുക്കൊരു ബേസിന് വേണ്ടിയിട്ട് നമ്മുടെ ചിലപ്പോൾ കണ്ണിൻ്റെ മുകളിലൊക്കെ നമുക്ക് കറുപ്പൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐ പ്രൈമർ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് കെ ബ്യൂട്ടിയുടെ ഈ ഒരു ബെയർ സോൾ എന്ന് പറയുന്ന എന്താണ് ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചധികം ഈ ബ്രൗൺസ് അതുപോലത്തെ ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നൊരു ബ്രൗൺ ഐ ലുക്ക് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഈ പാലറ്റ് എടുത്ത്. കെ ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റ് നല്ല അടിപൊളിയാട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫറിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോസ് എന്ന് പറയുന്നൊരു ഷെയ്ഡുണ്ട്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഒരു കമ്മൽ കാണാതെ പോയി, ഞാൻ ഭയങ്കര സങ്കടത്തിലിരിക്കാന്നൊക്കെ. എൻ്റെ കമ്മൽ എനിക്ക് 1 മാസത്തിന് ശേഷം കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി അത് കിട്ടിയത്. ഞാൻ മിറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ മിറ്റത്ത് നിന്ന് കിട്ടി 1 മാസത്തിന് ശേഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആകെ സങ്കടമാണ്. ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കത് കിട്ടി. ഭയങ്കരമായിട്ടും സന്തോഷമായി. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു ടാൻ ഷെയ്ഡ് ഉണ്ട് ഇതിൽ. ആ ടാൻ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ക്രീസ് ഒന്ന് ഡീപ്പൻ ചെയ്തെടുക്കുക. അപ്പോൾ ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ക്രീസ് ഒന്ന് കുഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ണ് കണ്ടോ, എനിക്കങ്ങനെ കണ്ണ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് പോർഷൻസേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു ഗുഡ് ഡൈ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ഐഷാഡോ ഇട്ടാലും വലുതായിട്ട് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു ക്രീസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് മാത്രമേ അത് നല്ല ഭംഗിയിൽ നിൽക്കത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ ഈ കണ്ണും കൂടെ നോക്കുമ്പോൾ കണ്ടോ കുറച്ചും കൂടെ മുകളിലേക്ക് ആയതുകൊണ്ട് നോക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഞാനൊരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ചോക്ലേറ്റ് ഷെയ്ഡുണ്ട് ഇതിൽ, അതെടുത്തിട്ട് നമുക്ക് ഈ ഔട്ടർ കോർണറിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു ലുക്ക് ഞാൻ ആദ്യമേ ഒന്ന് ചെയ്തിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം വന്നു. ഭയങ്കരമായിട്ട് ഡിമ്മായി. ഞാൻ റൂമിനകത്തിരുന്നത് ചെയ്തു.
അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി പുറത്തിരുന്ന് ചെയ്തേക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറകിൽ കണ്ടില്ലേ ഈറ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊന്നും തെറ്റിദ്ധരിക്കണ്ടേ ഇത് എന്തൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്കൊന്ന് ഡാർക്കൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് ഞാൻ കുറച്ചും കൂടെ ആ ഒരു ഷെയ്ഡ് ആ ചോക്ലേറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. കൂടുതലായി കഴിഞ്ഞാൽ കണ്ണിന് തീട്ടി കിട്ടിയ പോലെ തോന്നും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കോപ്പർ ഷെയ്ഡുണ്ട്, ഷാമ്പെയിൻ ഷെയ്ഡുണ്ട്. എനിക്ക് തോന്നുന്നു കോപ്പറിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് എടുത്താലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ടോ നല്ലൊരു ഷിമ്മർ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ താണ്ട് ഈ മിഡിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നീയിറക്കിയല്ലേ അപ്പം നമുക്കൊന്ന് തിളങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് കുറച്ചും കൂടെ നന്നായിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് നമ്മളുടെ ബ്രഷിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീലനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഐ ഷാഡോ കൊണ്ടിട്ടുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ആ ഒരു ഇന്നർ കോണറും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും ചെയ്യുന്നൊന്നുമില്ല. പെട്ടെന്ന് ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ലുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഐ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ കളർ ബാറിൻ്റെ പ്രൈമറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് പ്രൈമറാണ്. അപ്പോൾ ഈ ഒരു പ്രൈമർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബേസിലേക്ക് കിടക്കാം. അപ്പോൾ പ്രൈമർ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പം നമ്മുടെ പൂൾസൊക്കെ ഉള്ളവിടെയൊക്കെ ഫില്ലായിക്കോളും നന്നായിട്ട്. പ്രൈമർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്യാനാണ് പോകുന്നത്. ഇത് നമ്മളുടെ ലോറിയലിൻ്റെ ഇൻഫാൽബിളും അതുപോലെ നിക്സിൻ്റെ കാനസ്റ്റോ പോൺസോ ഫൗണ്ടേഷനും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്ലാസിക് ടാൻ, ഇതിൻ്റെ ആണെങ്കിൽ ഗോൾഡൻ സൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. അതിൽ നിന്ന് ഓരോ ബഫ് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഏത് ഇത് ടൈറ്റായി ഇത് വരുന്നില്ല. കുറച്ച് നാളായില്ലേ ഫൗണ്ടേഷനൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇത് വരുന്നില്ല. പിന്നെ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. നോക്കട്ടെ കിട്ടുമോ. ഇല്ലെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മതി, ഇത് കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം എടുക്കാം കേട്ടോ. ഇത് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു പൊട്ടിക്ക് ലൈറ്റാണ്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് നിങ്ങൾ കാണുമ്പോഴത്തേന് കുറച്ച് ഞാൻ ഇച്ചിരി ലൈറ്റ് എന്താണ് കുറച്ച് പൊട്ടിയിട്ട മാതിരി തോന്നാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഇതുപോലെ അടങ്ങിയിരിക്കുന്നതായിട്ട്. ശരി, സോറി. അപ്പോൾ ഇങ്ങനത്തെ നെക്കൊക്കെ ആയതുകൊണ്ട് കഴുത്തിലിടണം. ഏത് നെക്കാണെങ്കിലും കഴുത്തിലിടണം കേട്ടോ. ഇല്ലെങ്കിൽ കഴുത്തിലും ചെവിയിലും ഇടാൻ മറക്കരുത്. ഇല്ലെങ്കിൽ രണ്ടും നമ്മുടെ എന്താണ് ടോൺ വ്യത്യാസമായിരിക്കും. രണ്ടിടത്തും ടോണ് ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പാക്കിൻ്റെ 265 എന്ന് പറയുന്ന ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റു തൂക്കൊന്നും വേണ്ട. തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറിൻ്റെയൊക്കെ പൊസിഷനൊക്കെ ചേഞ്ച് ആയിപ്പോകും. ഉണ്ടോ ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. ഈവനായിട്ട് വരും. അപ്പോൾ കുറേ തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെന്താ ഇങ്ങനെ മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ മുടിയൊക്കെ ഉണ്ട്, ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കളർ ചേഞ്ച് ഫീൽ ചെയ്യും.
ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിനും നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് കുറച്ചൊരു ലൈറ്റാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കണ്ണിൻ്റെ താഴെ ഒക്കെ ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇട്ടോണല്ലോ. ഇത് പല ഷെയ്ഡായിട്ടിരിക്കും. അപ്പോൾ എനിക്കിനി കൺസീലർ ഇടുമ്പോഴത്തേനും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഓക്സിഡൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതായി കണ്ണിൻ്റെ താഴത്തെ രണ്ടിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം, കൺസീൽ ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്തു. ഇനി ഞാൻ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ബ്യൂട്ടിയുടെ ഈ ഒരു കോണ്ടൂർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലൈറ്റായിട്ട് ഒരു മൂക്കിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യണം. ഉള്ളതുപോലെ ഫീൽ ചെയ്യും. കുറച്ചുകൂടെ ഭംഗി കിട്ടും കേട്ടോ കാണുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ബെക്കേൻ്റെ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പൊട്ടി, എന്നാലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെടുത്തിട്ട് ഹൈലൈറ്റർ ബ്രഷ് എടുക്കാം. കൈ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് വളരെ ലൈറ്റായിട്ട് അവിടെ ഇട്ട് കൊടുക്കുകയുള്ളൂ. കണ്ടെഴുതാൻ ഞാൻ പ്ലമ്മിൻ്റെതായി ഈ ഒരു ഫോയിൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല പെൻസിലാണ് കേട്ടോ.
അനസ്താസിയ ബിവർലി ഹിൽസിൻ്റെ മസ്കാരയാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കിഡിലും മസ്കാരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മിനി ഇതിപ്പോൾ മിനി സൈസാണ്. അത് നിങ്ങൾക്ക് നൈക്കയിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങാൻ കിട്ടും. അതല്ല ഫുൾ സൈസ് വേണമെങ്കിലും ഉണ്ട്. മിനീസ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഡ്രൈ ആകാണ്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് എളുപ്പം ഇതായിരിക്കും, മിനീസ് ആയിരിക്കും. ഇപ്പം ഞാൻ അതുകൊണ്ട് മിനീസ് പാക്കാണ് മിക്കുന്നത് മേടിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി മസ്കാരയാണ്. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഇത് മെബലിൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ നോക്കിയിട്ട് മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇത് നോക്കിയിട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇനി ഞാൻ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് വരാം. മേക്കപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൊന്നും മേക്കുന്നില്ല, കാരണം എന്താണ് ന്യൂ ഇയർ പാർട്ടിയിലെത്തില്ല, കുറച്ച് യോയോ ആണല്ലോ. അപ്പോൾ നമുക്കിനി ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഹുക്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ലയർ ചെയിനൊക്കെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കേട്ടോ. ചെയിൻ്റെ ഇയറിങ്സ് ഉണ്ടല്ലേ, അത് ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വെച്ചാണ്. പിന്നെ കേട്ടോ മുടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടിട്ടേ ഉള്ളൂ. കാരണം കേൾ മെത്തേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ കേൾസ് കിടക്കുന്നത്. പക്ഷേ എല്ലാം ഓപ്പണപ്പ് ആയി പോയി. കുറച്ചും കൂടെ നല്ല കേൾസ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വൃത്തിയും എനിക്ക് ഇരുന്നോട്ട് നിർത്ത് കൂടി ഇവിടെ ചീറ്റി സ്വതവേ ചീ വരുന്നതെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ലുക്ക്. ഞാൻ ഈ ഫുള്ളായിട്ട് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ബെൽറ്റ് പെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഗൗണാണ്, കുറച്ച് സ്ലിറ്റ് ഉള്ള ടൈപ്പ് ഒരു ഗൗണാണ്. അപ്പോൾ ഓവറോൾ ഫുൾ ഇതുപോലെ ഗ്രീൻ കളർ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്താണ് ഒന്ന് എനിക്ക് കുറച്ചും കൂടി ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഫുൾ സ്ലീവ് ഉള്ളൊരു ഗൗണാണ്. നല്ല സുഖമായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് തിന്നായിട്ടൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് പോകും. കുറച്ച് ബെല്ലി ആയിട്ടുള്ള എന്താണ് വയർക്ക് കുറച്ചൊരു ചബിയാണെങ്കിൽ എനിക്കിടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് വയറില്ല എന്നൊന്നുമല്ല പറയുന്നത്, എനിക്കും ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ശ്വാസമൊക്കെ പിടിച്ച് നിന്നിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2 വർഷമായി നമ്മൾ ഇതാണ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 650 സബ്സ്ക്രൈബേഴ്സിലും നമ്മൾ നിൽക്കുകയാണ്. കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റും. എന്നാലും ഞാൻ നല്ല നല്ല വീഡിയോസ് കണ്ടൻസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചത് നടക്കട്ടെ. പിന്നെ നെയിൽസ് വെക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ നെയിൽ ഹൈവ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നെയിൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടിക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഇടാം. ആ ഒരു പർച്ചേസ് ചെയ്ത് ഒട്ടിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് യൂസ്ഫുൾ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ നഖം കടി എന്നെ പോലെ ഒരു ഹാബിറ്റായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം.